ഇപ്പോൾ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു സന്തോഷ വാർത്തയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടില്ലാതെ ദുരിതമനുഭവിക്കുന്ന മുത്തശ്ശിയും 5 പേരക്കുട്ടികളും. വയനാട് അഞ്ചുകുന്നിലെ ചാച്ചമ്മയുടെയും കുട്ടികളുടെയും ദുരവസ്ഥ ഗുഡ് ഈവനിംഗ് സുജയ പാർവതിയിലൂടെ നേരത്തെ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു. ഏകദേശം 90 വയസ്സായി ചാച്ചമ്മയ്ക്ക്. വീടെന്ന സ്വപ്നത്തിന് സഹായഹസ്തങ്ങൾ എത്തിയെങ്കിലും ചുമരുപണിയോടെ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചു. നമ്മൾ ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് ഈ റിപ്പോർട്ട് സംപ്രേഷണം ചെയ്തത്. അത് ഒന്നുകൂടി നമ്മൾ സംപ്രേഷണം ചെയ്യുകയാണ്. അതിനുശേഷം ചാച്ചമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തെന്ന് നമുക്ക് നോക്കാം. ചാച്ചമ്മയ്ക്ക് പ്രായം 90-നടുത്തുണ്ട്. പറക്കമുറ്റാത്ത 5 പേരക്കുട്ടികളും ചാച്ചമ്മയും പണിതീരാത്ത ഈ കൂരയിലാണ് അന്തിയുറങ്ങുന്നത്. അമ്മയെ കൊലപ്പെടുത്തി അച്ഛൻ ജയിലിൽ പോയതോടെ 5 കുഞ്ഞുങ്ങളും അനാഥരായി. അമ്മൂമ്മയല്ലാതെ മറ്റാരും അവരെ ചേർത്തു നിർത്തിയില്ല. കാറ്റും മഴയും കടക്കാത്ത അടച്ചുറപ്പുള്ളൊരു കൂരയാണ് ഈ കുരുന്നുകൾക്കായി കൊച്ചിയമ്മയുടെ ആഗ്രഹം. എനിക്കൊരു കിടക്കാനുള്ളൊരു ഇത് മാത്രം ആക്കി തന്നാൽ മതി. അത് മാത്രമേ എനിക്ക് വിഷമമുള്ള അറിയാം. എങ്ങനെങ്കിലും എല്ലാവരും കൂടി ഇതൊന്നും സഹായിക്കാൻ മതിയിട്ട് സാറേ. എനിക്കത് മാത്രം ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നു. എനിക്ക് ഭയങ്കര പ്രശ്നമായിപ്പോയി. ഇളയവൻ സുധീഷ് പണിതീരാത്ത വീടിന്റെ ജനൽ കമ്പിയിൽ കയറി കളിക്കുകയാണ്. 2022 ജൂൺ 2-നാണ് കൊച്ചിയമ്മയുടെ മകൾ സുനിതയെ മദ്യപാനിയായ ഭർത്താവ് സുരേഷ് കൊലപ്പെടുത്തുന്നത്. അച്ഛൻ കുറ്റവാളിയായതോടെ 2.5 വയസ്സു മുതൽ 10 വയസ്സുവരെ പ്രായമുള്ള 5 കുഞ്ഞുങ്ങൾ അനാഥരായി. സംഭവ ദിവസം അസുഖബാധിതയായി ആശുപത്രിയിലായിരുന്നു കൊച്ചിയമ്മ. പിന്നീട് 5 പേരക്കുഞ്ഞുങ്ങളെയും ചേർത്തുപിടിച്ച് ബന്ധുവീടുകളിൽ മാറി താമസിക്കുകയായിരുന്നു കൊച്ചിയമ്മ. കുടുംബക്കാരാണെങ്കിലും വേറെ ഉള്ളവരാണെങ്കിലും സാറേ ഒരു ദിവസം 2 ദിവസമൊക്കെ പെരുമാറും. പിന്നെ എൻ്റെ കഷ്ടപ്പെട്ടാൽ മക്കളെ സ്ഥലത്ത് ഒറ്റപ്പാടുണ്ടാവില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കുന്നത്. കൊച്ചിയമ്മയുടെ ദുരിതങ്ങൾ മനസ്സിലാക്കി സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സുനിത മക്കൾ സംരക്ഷണ സമിതി രൂപീകരിച്ചു. ഉദാര മനസ്കരുടെ സംഭാവനയിൽ തറകെട്ടി പണി തുടങ്ങിയെങ്കിലും ചുമർ നിർമ്മാണ പ്രവൃത്തിയോടെ പാതി വഴിയിൽ നിലച്ചു. ഇതുവരെ ഞങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ചിത്രകാരന്മാരും ഞങ്ങൾക്ക് ചിത്രങ്ങളൊക്കെ വരച്ചു തന്നിരുന്നു. അതൊക്കെ പെയിൻറ്റിങ്ങൊക്കെ വിറ്റ് അതൊക്കെ പ്രദർശനമൊക്കെ നടത്തി ആ കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചു. പിന്നീട് അതുപോലെ കണ്ണൂരിലെ വെളിച്ചം ചാരിറ്റബിൾ ട്രസ്റ്റ് പിന്നെ വിജയ് സാറ് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്ഥലം വാങ്ങാൻ വേണ്ടി മുഴുവൻ പൈസയും തന്നത് കണ്ണൂരിലെ പാട്യത്തുള്ള മുകുന്ദേട്ടനാണ്. അദ്ദേഹമാണ് ഈ സ്ഥലം മുഴുവൻ മേടിച്ചു തന്നത്. അപ്പോൾ ആ നിലക്കൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വരെ എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. പ്രശസ്ത ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശനം നടത്തി വീടിനായുള്ള ധനസമാഹരണം ആരംഭിച്ചു. വീടാകാൻ സഹായ വാഗ്ദാനങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സമിതിയുടെ കൺവീനർ കാസിം പുഴയ്ക്കലും ചെയർമാൻ അശോകൻ കെല്ലിയും. ഈ മുത്തശ്ശിയുടെ ചിറകിനിടയിൽ 5 കുഞ്ഞുങ്ങൾ ഇപ്പോൾ സുരക്ഷിതരാണ്. പക്ഷെ അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീടും സുരക്ഷിതമായ ഒരു ഭാവിയും ഉറപ്പാക്കാൻ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഓരോ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ലാംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്. ദീപക് മോഹൻ വയനാട്ടിൽ നിന്ന് പങ്കുവച്ച ഈ ദുരിത ജീവിതം അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ നിരവധി പേരുടെ സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ ബോബി ചെമ്മണ്ണൂർ ചാച്ചമ്മയ്ക്കും കുടുംബത്തിനും ഉടൻ തന്നെ സഹായം നൽകാമെന്ന വാഗ്ദാനമാണ് നമുക്ക് നമ്മുടെ ടീമിനെ അറിയിച്ചത്. ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ശ്രീ ബോബി ചെമ്മണ്ണൂർ. ചാച്ചമ്മയുടെ ദുരിതകഥ അറിഞ്ഞ് അതിൽ ഇടപെടാൻ താങ്കൾ തയ്യാറാണ് എന്ന് മനസ്സിലാക്കുന്നു. ഗുഡ് ഈവനിംഗ് മാഡം. തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹെഡുകളൊക്കെ പോയിരുന്നു. അപ്പോൾ അവരുടെ വീടിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി 5 ലക്ഷം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് നമ്മുടെ ബോച്ചെ 1000 ഏക്കർ എസ്റ്റേറ്റിൽ നമ്മുടെ വീടുകളുണ്ട്. അതിൽ താമസിക്കാനും സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് എസ്റ്റേറ്റ് വണ്ടിയൊക്കെ ഉപയോഗിക്കാനും എല്ലാ സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് ഉള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ശ്രീ ബോബി ചെമ്മണ്ണൂർ, അവർക്ക് ഇപ്പോൾ ആ പണി പൂർത്തിയാകാത്ത വീട് പൂർത്തിയാകുന്നത് വരെ ഒരു പകരം സംവിധാനം ബോച്ചയുടെ തന്നെ 1000 ഏക്കേഴ്സിൽ ഒരുങ്ങുന്നു. അതോടൊപ്പം ഈ കുട്ടികൾക്കുള്ള പഠന സൗകര്യവും ഒരുക്കി കൊടുക്കുകയാണ് ഇമ്മീഡിയറ്റ് ആയി തന്നെ, അല്ലേ? അതെ, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ സമിതിയുണ്ട്, 1 ലക്ഷം കൈമാറുന്നത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ചാച്ചമ്മയുമായി നേരിട്ട് സംസാരിച്ച് കാണുമല്ലോ, അമ്മ സന്തോഷത്തിലാണോ? അതെ, വീഡിയോ കോളിൽ പോയിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ ഉണ്ടായിരുന്നു.
ഇപ്പൊ പോകുന്നുള്ളൂ, തിരക്കായതുകൊണ്ട് അവിടെ എത്തിയില്ല. അപ്പൊ വീഡിയോ കോളിൽ സംസാരിച്ച ആളൊരു വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ 5 കുട്ടികളുമായിട്ട് പോറ്റി മുമ്പോട്ട് പോകാൻ വയസ്സുകാലത്തുള്ള ആരോഗ്യ പ്രശ്നവും മാനസിക പ്രശ്നവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോ നമുക്കാർക്കും ഇതുപോലത്തെ ഒരു ഗതി ഇല്ലല്ലോ, കാരണം നമ്മൾ വീടും സൗകര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചവരാണ്. അപ്പോ അമ്മ നഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വല്ലാത്തൊരു ഈ റിപ്പോർട്ടർ ചാനൽ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം മാനസികമായിട്ട് വിഷമം തോന്നി. വളരെ അർഹിക്കുന്ന ഒരു കുടുംബമാണ്. കണ്ടപാടെ തന്നെ ഞാൻ അവിടെ ബോച്ചെ ഫാൻസ് ഹെഡ് വയനാടിനെ ബന്ധപ്പെട്ടു. ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ വിഷയത്തിൽ ഇടപെട്ടതിന് അവർക്ക് ഒപ്പം തന്നെ ആ അമ്മൂമ്മയ്ക്കൊപ്പം താമസിക്കുന്നത് 5 പേരക്കുട്ടികളാണ്. അവർക്കും ഒരു സഹായം എത്തുകയാണ്. നമ്മളിപ്പോൾ തന്നെ അവരെ അത് ഒന്നുകൂടി അറിയിക്കാം. നമ്മുടെ പ്രതിനിധി ദീപക് മോഹൻ അവിടെ ചാച്ചമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. താങ്ക് യു ബോബി ചെമ്മണ്ണൂർ. താങ്ക് യു വെരി മച്ച് ഫോർ ദ വാല്യുബിൾ റിപ്പോർട്ട്. ചാച്ചമ്മയുടെ അടുത്ത് ദീപക് മോഹൻ എത്തിയിട്ടുണ്ട്. ദീപക് മോഹൻ, ഗുഡ് ഈവനിങ്. ദീപക് മോഹന്റെ വാർത്ത കണ്ട് ബോബി ചെമ്മണ്ണൂർ അവർക്കുള്ള സഹായം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. 5 ലക്ഷം രൂപയായും അതോടൊപ്പം താൽക്കാലിക താമസ സൗകര്യം, അതോടൊപ്പം 5 കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം, ഇത്രയുമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ റിപ്പോർട്ടറിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഗുഡ് ഈവനിങ് വിത്ത് സുജയ പാർവതിയിൽ ദീപക് മോഹൻ പങ്കുവച്ച റിപ്പോർട്ടിലൂടെ ഇപ്പോൾ ചാച്ചമ്മയ്ക്ക് ആശ്വാസമായി മാറുകയാണ്. അമ്മയെയും മക്കളെയും ഒക്കെ ഈ കാര്യം ഒന്നുകൂടി ഉറപ്പിച്ച് നമ്മുടെ ഭാഗത്ത് നിന്നുകൂടി അറിയിക്കാം. വെരി ഗുഡ് ഈവനിങ് സുജയ പാർവതി. വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 9 ചാച്ചമ്മയുടെയും ഈ 5 മക്കളുടെയും ഒക്കെ ദുരിതപൂർണമായ ജീവിതം, അടച്ചുറപ്പില്ലാത്ത ഒരു വീടില്ലാത്തൊരു അവസ്ഥ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോഴേക്കും അതിന് ഒരു നടപടി ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ നിങ്ങൾക്ക് വീട് തരാമെന്ന് പറഞ്ഞിട്ട് ചാച്ചമ്മ, സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ മക്കൾക്ക് കിടന്നുറങ്ങാൻ ഒരു നേരം തിന്നില്ലെങ്കിൽ ഒരു നേരം കിടന്നുറങ്ങാനൊരു ദിവസം അവിടുന്ന് ആരെങ്കിലും വന്ന് സംസാരിച്ചിരുന്നു? വന്നിരുന്നു. ഇതുപോലെ തന്നെ ഞാനും പറഞ്ഞു പെട്ടെന്ന് അത് ശരിയാക്കി തരാന്ന് സന്തോഷമായിന്ന്. മക്കൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ അടച്ചുറപ്പ് അത് മതി എനിക്ക് എൻ്റെ മക്കൾക്ക്. സുജയ, ഈ സുനിതാ സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ അന്ന് ആദ്യമായി കമ്മിറ്റി രൂപീകരിച്ചത് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനും സാമൂഹിക പ്രവർത്തനമൊക്കെ ആയ കാസിം പുഴയ്ക്കലിൻ്റെ നേതൃത്വത്തിലായിരുന്നു. കാസിം പുഴയ്ക്കൽ നമ്മളോട് ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരിൻ്റെ ആളുകൾ ഇവിടെ എത്തി സന്ദർശിച്ചിരുന്നു. എന്നിട്ട് ബോബി ചെമ്മണ്ണൂർ ഫാൻസ് ഇവിടെ വന്നിരുന്നു. ബോബി ചെമ്മണ്ണൂർ തന്നെ ലൈവിൽ വന്ന് കുട്ടികളൊക്കെ കണ്ടു. കുട്ടികളെ സംരക്ഷണം അത് വീട് വേണ്ടി പൂർത്തിയാകുന്നവരെ അവരെ റിസോർട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാമെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസത്തിന് രാവിലെയും വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിടാൻ വണ്ടി ഏർപ്പാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപയും തരാം, ബോബി ചെമ്മണ്ണൂർ സാർ തരാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പം ഭയങ്കര സന്തോഷത്തിലുള്ളത്. നമുക്ക് പെട്ടെന്ന് പണി പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളൊരു സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ രൂപയിൽ ഇതിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തിയാക്കുന്ന വിചാരിക്കും. 5 ലക്ഷം രൂപ കൊണ്ട് ഏകദേശം പണിയൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ പണി ബാക്കി? ഇനി നമുക്ക് മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, പിന്നെ കിച്ചണിൽ ഒരുപാട് പണികൾ, പിന്നെ ബാത്റൂമിൻ്റെ 2 ബാത്റൂമാണ് നമ്മൾ നിർമ്മിച്ചത്. കുട്ടികൾ കൂടുതലുള്ളതുകൊണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒന്ന് പുറത്തുമായിട്ട് ബാത്റൂം വെച്ചിട്ട്, അപ്പോൾ 2 ബാത്റൂമിൻ്റെ പണിയുണ്ട്. പിന്നെ ഇതിന് ടൈലും മുറ്റമൊക്കെ ശരിയാക്കണം. പിന്നെ നമ്മൾ സിറ്റ് ഔട്ട് എടുത്തിട്ടില്ല, ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാറുണ്ട്. ഈ 2 പണികൾ ഏതായാലും ഒരു 5-6 ലക്ഷം രൂപേൻ്റെ പണിയുണ്ട്. ഏതായാലും 5 ലക്ഷം രൂപ ചോദിച്ചാൽ നമ്മൾ സാർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷമുണ്ട് ഭയങ്കര. ബോബി ചെമ്മണ്ണൂരിന് വളരെ നന്ദി പറയുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബോബി ചെമ്മണ്ണൂരോട് വരാൻ കാരണമായ റിപ്പോർട്ടർ ചാനലിന് ഒരു കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ അഗാധമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി. ദീപക്, ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പുരസ്കാരം. ദീപക് മോഹനും അഭിനന്ദനങ്ങൾ. അർഹിക്കുന്ന ഒരു കുടുംബത്തിന് അവർക്ക് ഉചിതമായ സഹായം എത്തിക്കാൻ ദീപകിന്റെ ഇടപെടലിലൂടെ, വാർത്തയിലൂടെ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ചാച്ചമ്മയ്ക്കും 5 പേരക്കുട്ടികൾക്കും ആ വീട് പൂർത്തിയാക്കുന്നതിനായി 5 ലക്ഷം രൂപയും ഒപ്പം ആ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹായവും നൽകുമെന്നാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ തത്സമയം റിപ്പോർട്ടറിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അക്കാര്യം അവിടെ അവരുടെ സംരക്ഷണത്തിനായി രൂപീകരിച്ച സമിതിയെയും നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അക്കാര്യമാണ് ദീപക് മോഹൻ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവച്ചത്. ഇടപെടലാകണം വാർത്ത എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള ഓരോ ജീവിതത്തിലേക്കും ഓരോ വാർത്തയും ഞങ്ങൾക്കതൊരു ന്യൂസ് സ്റ്റോറി അല്ല, അത് ഞങ്ങൾക്കൊരു ലൈഫ് സ്റ്റോറിയാണ്. ലൈഫ് സേവിംഗ് സ്റ്റോറി ആകണം വാർത്ത. അതുകൊണ്ട് അങ്ങനെയുള്ള ഇടപെടലുകൾ നമ്മൾ തുടർന്നും നമ്മുടെ ഈ പരിപാടിയിലൂടെ തുടരുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്കൊപ്പം തുടരുക.